സംശയമാണ്. ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കുക. ഇടയിൽ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മൊത്തം പ്ലാസ്റ്റിക്കും റോഡിലെത്തിയിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇവിടെ ചുഴി കണക്കുള്ള ഇതുണ്ട്. ഹായ് നண்பന്മാരെ, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കല്ലടി തന്നെ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് ഉള്ളത്. അപ്പോഴത്തേക്കും പള്ളിക്കലിൽ നിന്നും നിലവിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോവാം. പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടിപ്പുറത്തുള്ള ഒരു ഗേറ്റ് വഴിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഈ ഗേറ്റ് വഴി കയറി പോകാം. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്ന ഈ സ്ഥലം. ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് കയറി പോയി നോക്കിയോ. അപ്പോൾ റബ്ബർ കാടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് കയറി പോകേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ ഒരു ചുഴിയൊക്കെ ഉണ്ടെന്നാണ്. മഴയായിട്ട് ആരും ഇവിടെ ഇറങ്ങി കുളിക്കാറൊന്നുമില്ല. പക്ഷെ കാണാൻ നല്ല പൊളി സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ്. കാഴ്ച മനോഹരം തന്നെയാണ്. ഇവിടെ കാണുന്നതാണ് മക്കപ്പുറ. അവിടെ ചെറുതായിട്ട് കാണുന്ന അതാണ് മക്കപ്പുറ. അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും സൈലൻ്റ് ഏരിയ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഒന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ്. നല്ല കാഴ്ച, നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലുതായിട്ട് കാണാനില്ല. ഇതാണ് കാട്ടിഞ്ചി. കാട്ടിഞ്ചിയുടെ പൂവാണത്. ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്, ഈ കാട്ടിഞ്ചി. അപ്പോൾ അതുവഴി നമുക്ക് പോയിട്ട് കാണാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇതുവഴി വഴി മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഇപ്പുറ സൈഡ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വർക്കിലുള്ള തന്നെ നമ്മൾ അവിടെ എത്തുമെന്നുള്ള സംശയമാണ്. ഇതുവഴി നമ്മൾ കുടുങ്ങി ഇതുവഴിയൊക്കെ കിടന്ന് വട്ടം നെട്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വ്യൂ പോയിൻ്റ് എത്തിയില്ലെങ്കിലും നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ആഴ്ചകളൊക്കെ സൂപ്പർ തന്നെ. അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ സ്ഥലം തന്നെ. മീൻസ് അങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. കാരണം നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തണമെങ്കിൽ നടന്നേ എത്താൻ കഴിയത്തുള്ളൂ. പൊളി സ്ഥലം തന്നെയാണ്. സൗണ്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് കണ്ട ആ സ്ഥലം. സ്പോട്ട് ഇതാണ്.
ഫ്രണ്ട്സ് ഇവിടുത്തെ കാഴ്ചകൾ മനോഹരം തന്നെ കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന കണക്കല്ല, ഇവിടെ നിന്ന് കാണുന്നത് വളരെ മനോഹരം തന്നെയാണ്. ആ സൗണ്ടൊക്കെ അല മുഴങ്ങി ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. വളരെ മനോഹരം തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ നിന്നുള്ള മക്കുപുറയാണ് കാണുന്നത്. മക്കുപുറ നല്ല വെള്ളം ചാടുന്നതിൻ്റെ ആ സൗണ്ടും ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇടയിൽ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മൊത്തം പ്ലാസ്റ്റിക്കും തെർപ്പനും അതുമായിട്ട് വേസ്റ്റ് നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനെ ഒഴുക്കി വിടുന്ന സാധനങ്ങളാണ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് അവശേഷിക്കുന്നത്. അപ്പോൾ 2 സ്ഥലങ്ങളിലെ വെള്ളം വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇതാകുന്ന സ്ഥലമാണ്. അപ്പോഴത്തേക്കും ഇവിടെ ചുഴി കണക്കുള്ള ഇതുണ്ട്. അപ്പോൾ ആരും ഇവിടെ വലുതായിട്ട് കുളിക്കാനൊന്നും ഇറങ്ങത്തില്ല. സൈഡിൽ നിന്ന് പശുവിനെ കുളിപ്പിക്കുന്നതല്ലാതെ ആരും അങ്ങനെ ഇറങ്ങത്തില്ല ഇവിടെ. കുളിക്കൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇറങ്ങിയാണ്. വലിയ കുളിക്കണമൊന്നുമില്ല, പൊളിക്കാൻ തന്നെയാണ്. ഫ്രണ്ട്സ് ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കുക. ചില കാഴ്ചകൾ നമ്മൾ ക്യാമറയിലൂടെ നമ്മൾ കുറഞ്ഞ ക്യാമറയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരിട്ട് വരുമ്പോൾ നിങ്ങൾ നല്ല സ്ഥലമാണ്, പൊളി സ്ഥലമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് പള്ളിക്കലിൽ നിന്ന് നിലവിലായിട്ട് പോകുന്ന വഴിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.